ഉണ്ണീശോയ്ക്ക് ഒരു പുൽക്കൂട്. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 വചനങ്ങൾ ഇപ്രകാരം പറയുന്നു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ ആയ ഉണ്ണീശോ പുൽക്കൂട്ടിൽ ഭൂജാതനായി. ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോഴേ ക്രിസ്തുമസ് അർത്ഥമുള്ളതായി തീരുകയുള്ളൂ. ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വസിക്കുമ്പോൾ കുട്ടികളായ നമ്മൾ ശക്തരും ധീരരുമായി മാറും. പ്രത്യാശയിലേക്കും ധീരതയിലേക്കും നമ്മെ നയിക്കാൻ അവിടുത്തെ കരുണയിലും ദയയിലും ആശ്രയിച്ചുകൊണ്ട് ഈ ക്രിസ്തുമസിനായി ഒരുങ്ങാം. ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവാൻ, അവരെ തടയരുത്, എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരടുത്താണ് എന്ന് ഈശോയുടെ വാക്കുകൾ നമ്മോടുള്ള അവിടുത്തെ സ്നേഹവും കരുണയും എടുത്തു കാണിക്കുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഉണ്ണി ഈശോയോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുഹൃത ജപം. ഉണ്ണി ഈശോയെ എൻ്റെ ഉള്ളിൽ കരുണ നിറയ്ക്കണമേ. ആമേൻ.